guys, welcome back to our YouTube channel. ഇന്നത്തെ വീഡിയോ നമ്മൾ അരങ്ങേറ്റം വ്ളോഗിൻ്റെ ലാസ്റ്റ് പാട്ടാണ് കേട്ടോ. നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. എത്ര നേരത്തെ തുടങ്ങിയാലും ഇപ്പം ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഭയങ്കര ധൃതിയാവൂലേ. എല്ലാവരും ഓട്ടവും പാച്ചിലും ആയിരിക്കും. അപ്പം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറണം. അപ്പം അതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ. സ്റ്റേജിൽ കയറുന്ന മുന്നായിട്ട് എല്ലാവരും ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് സ്റ്റേജിലേക്ക് കയറുകയാണ് കേട്ടോ. മക്കളെല്ലാവരും കയറുകയാണ്. ടീച്ചർ പറയുന്നുണ്ട് കുട്ടികളെ പിന്നാലെ രക്ഷിതാക്കളും ചിലങ്കയും എല്ലാവരും കയറിക്കോന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കയറി ദക്ഷിണ കൊടുക്കാൻ കേട്ടോ ടീച്ചർക്കുള്ള. ജിയ ദക്ഷിണ കൊടുത്ത് ചിലങ്കൊക്കെ വാങ്ങി പോവാണ്. അടുത്തത് കന്യൻ്റെ ആണ് കേട്ടോ. കന്യ ദക്ഷിണ കൊടുക്കാൻ പോവാണ്. കനി ചിലങ്ക കിട്ടിയ സന്തോഷത്തിലാണ്. അവിടെ മാഷ്മാർ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാഷ്മാർ നല്ല തിരക്കാണ്, എല്ലാ പാരൻസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, ചിലങ്ക കെട്ടിക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് വാവച്ച് കനീനെ കളിയാക്കുന്നുണ്ട്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മുടി. അപ്പോൾ കനി പറയുന്നുണ്ട് അല്ലല്ല ഇതിൻ്റെ ഒറിജിനൽ മുടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ചിലങ്കൊക്കെ കെട്ടിച്ചു, രണ്ടുപേരുടെയും, കനീൻ്റെയും ജിയൻ്റെയും. അങ്ങനെ ചിലങ്കൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ പക്കമേളക്കാർക്ക് ദക്ഷിണ കൊടുക്കണം കേട്ടോ. അങ്ങനെ രണ്ടുപേരും പക്കമേളക്കാർക്കുള്ള ദക്ഷിണവും കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഓടി ചെയ്യണം. ഇത് ഇത്ര ഞാൻ പറയുന്ന അത്ര ഒരു സിമ്പിളായിട്ടല്ല ചെയ്യണം. എല്ലാം ഇങ്ങനെ സ്പീഡിൽ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവരെ ഒരുമിച്ച് നിർത്തി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അപ്പോഴേക്കും പാരൻസിനോടൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോന്ന് പറഞ്ഞു കേട്ടോ. പുറത്തിറങ്ങി അപ്പോഴാണ് പിന്നെ എല്ലാവരെയും കാണുന്നത്. സദസ്സ് ഫുൾ ആൾക്കാരാണ് കേട്ടോ. ഫുള്ള് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സ്റ്റേജ് എത്തിയിട്ടോ.
ആദ്യം നമസ്കാരമാണ് കേട്ടോ. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ ഇവർ ചെറിയ കുട്ടികളുടെ ഡാൻസാണ് കേട്ടോ, കന്നി ജീവൻ്റെയൊക്കെ ഡാൻസാണ്. ആദ്യം തന്നെ അവരുടേതായിരുന്നു. ഞാൻ എവിടെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഡാൻസ് കൊടുക്കുന്നില്ല കേട്ടോ, നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. കനീൻ്റെ ഒരു ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ പ്രത്യുഷും രമ്യയും എല്ലാവരും വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടത്. അവർ വന്നിട്ടുണ്ടെന്ന് അറിയാം, പക്ഷേ അവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഈ തിരക്കിനിടയ്ക്ക്. അതിനിടയ്ക്ക് കുഞ്ഞമ്പിളിക്ക് കനീനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ അവിടെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് കൊണ്ടുവന്നതാണ്. വീണ്ടും കനീൻ്റെ രണ്ടാമത്തെ ഡാൻസ് തുടങ്ങി. എല്ലാവരും കുട്ടികളുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. നമ്മൾ എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ച് നടന്ന സ്റ്റേജാണ്. ഭയങ്കര സന്തോഷവും എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്ര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആ സമയത്ത്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഇനുമോനെടുത്ത അവന് വേറെ ഡാൻസ് ഇവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ കന്നിമോളെ മൂന്നാമത്തെ ഡാൻസും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ ഏറ്റവും വലിയ ടീമിൻ്റെ ഡാൻസാണ് കേട്ടോ. ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഇനുമോൻ്റെ തകർപ്പൻ പ്രകടനം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം അത് കണ്ടില്ല, ഫുള്ള് കണ്ടില്ലായിരുന്നു. അവർ കളിക്കുന്ന പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇപ്പോൾ എല്ലാ ഡാൻസും കഴിഞ്ഞു കേട്ടോ, സെപ്പറേറ്റ് എല്ലാ ഡാൻസുകളും കഴിഞ്ഞു. ഇനിയിപ്പം ഇവരെ മംഗളം മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും ട്രോഫി കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നമ്മൾ അത്ര ആഗ്രഹിച്ചിട്ട് അതെല്ലാം നല്ല നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ തീർന്നു. അപ്പം അതിൻ്റെ ഒരു ആശ്വാസം എല്ലാ പാരൻസിനും ഉണ്ട്. അങ്ങനെ എല്ലാ മക്കളും ട്രോഫിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ട്രോഫിയൊക്കെ കൊടുത്തു, എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തവർ. അങ്ങനെ എല്ലാ മക്കളും സ്റ്റേജിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. കനി എന്നോട് ചോദിച്ചിരുന്നു, ഉമ്മച്ചിയെ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉമ്മച്ചി ഇത് സ്വപ്നമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന്. അങ്ങനെ പറയുക കുട്ടി. ഇതെല്ലാം ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും, നല്ല രീതിയിലെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മളെ കഥാനായികമാർ രണ്ടുപേരും ഇറങ്ങി വരികയാണ് കേട്ടോ. രണ്ടാൾക്കാരും കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമായി. നല്ല രസത്തിൽ രണ്ടാളും കളിച്ചിരുന്നല്ലോ. അവരിറങ്ങി വരുമ്പോഴേക്കും ഇവിടെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ റെഡിയാണ്. ഇവരൊക്കെ ഞാനും ഇപ്പോഴാണ് കാണുന്നത്. ഇവരെല്ലാവരും വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ആരും ഈ തിരക്കിനിടയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പറയാണ് നന്നായിട്ട് കളിച്ച്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷം, അഭിമാനമൊക്കെയാണ്. നമ്മൾ ചെറിയ കുട്ടികളല്ലേ, അവരിങ്ങനെ കളിക്കും, ഇങ്ങനെയൊക്കെ ആവും നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. എല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ചും രാജേഷ് എല്ലാവരും ഇങ്ങനെ എത്ര ഭംഗിയിൽ കളിച്ചില്ല മക്കൾ എന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോസും ഇങ്ങനെ ഫാമിലി ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ടീച്ചേഴ്സ് എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഓരോ പോസ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ കനീൻ്റെ ജിയൻ്റെ ഒക്കെ ഊഴം വന്നു. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ടീച്ചർ കൈയൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ് ഓരോ പോസിനും. എല്ലാം ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടോ നമുക്ക്. നല്ല ഭംഗിയിൽ നമ്മൾ ഇങ്ങനെ മക്കളെന്നും അങ്ങനെ കാണാൻ പറ്റില്ല. എന്ത് രസമായിട്ട്. അവർ സെപ്പറേറ്റും ഒരുമിച്ചൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മൾ ടീച്ചറോട് യാത്ര പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ. പിള്ളേർ നല്ല ടയേർഡാണ്. അപ്പം അവർക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി എന്തെങ്കിലും ഒന്ന് കഴിച്ചാലേ സമാധാനമാവുള്ളൂ. ഇപ്പോഴേ വിശക്കുന്നുണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയും ഒരുപാട് സ്റ്റേജസ് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് കുട്ടിപ്പട്ടാളം എന്തൊക്കെയോ വാങ്ങിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന്. എല്ലാവരും ഇഷ്ടമുള്ളതൊക്കെ എന്തൊക്കെയോ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ വലിയൊരാഗ്രഹം നടന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷവും പിന്നെ എല്ലാവരും നല്ല ടയേർഡാണ്. കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക തന്നെയായിരുന്നു. വരുമ്പോൾ തന്നെ കനി ഉറങ്ങിയിരുന്നു കേട്ടോ. കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ച ആൾ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉറങ്ങി. ജിയ അങ്ങനെ ഉറങ്ങിയിട്ടില്ല, പക്ഷെ ആൾ നല്ല ടയേർഡായിരുന്നു. എടുത്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റിയത്. വീട്ടിനകത്ത് കയറിയിട്ടും ആൾ ഉറങ്ങി തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എണീപ്പിച്ചു. ജിയ പിന്നെ കുഴപ്പമില്ല. കനിയെ നമ്മൾ എഴുന്നേൽപ്പിച്ചു, അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാണ് കേട്ടോ. മുടിയിലൊക്കെ ഇഷ്ടം പോലെ പിന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അഴിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുത്തിരുന്നു. മുടിയൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാണ് കേട്ടോ. മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് മുഖത്ത് തേച്ചിട്ട് പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറായിട്ട് തുടച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പെട്ടെന്ന് പിന്നെ ക്ലീൻ ആവുന്നുണ്ട്. മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ ആളൊന്ന് കുളിപ്പിച്ചു. പിന്നെ അപ്പോഴേക്കും ആൾ നല്ല ടയേർഡായിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും ആൾ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങി. അപ്പോൾ ഗായ്സ്, അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ ബൈ. ബൈ ബൈ.